മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്. 6 മലയാളിക്ക് 100 മലയാളം എന്നിങ്ങനെ പ്രാസഭംഗിയൊത്ത ചൊല്ലുകളൊക്കെയുണ്ട്. ശരിയാണ്. മലയാളിയുടെ ആ 100 മലയാളവും ഒരു പൊതുഭൂമികയിൽ ഒന്നിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ വടക്കോട്ട് യാത്ര ചെയ്താൽ ഈ 100 മലയാളവും നമ്മുടെ മുന്നിൽ വെളിവായി വരുന്നത് കാണാം. ഈട, ഏട, ആട എന്നൊക്കെ കേൾക്കുമ്പോൾ തെക്കുള്ളവർ അല്പമൊന്ന് അമ്പരക്കും. ഇവിടെ, എവിടെ, അവിടെ എന്നൊക്കെ വിശാലമായി പറയാൻ താൽപ്പര്യമില്ല കണ്ണൂർക്കാർക്ക്. മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ഇവിടെ, അവിടെ, എവിടെ എന്നൊക്കെ മാറുന്നു ഈ വാക്കുകൾ. കണ്ണൂർ മലയാളത്തിന് സവിശേഷതകളേറെയാണ്. ഏട്ടിയാ പോയീന് എന്ന ചോദ്യത്തിന് ബയക്കലിന് എന്ന് മറുപടി വന്നാൽ തിരുവനന്തപുരത്തുള്ളവർ വാപൊളിക്കും. എവിടെയാണ് പോയത്? ചോദ്യം ബയക്കൽ. കാട് വെട്ടിത്തെളിക്കലാണ് ബയക്കൽ, ബയക്കലിന്. ഇനി ചിലർ പറയും ഒലുമ്പാൻ പോയിന്. ഒലുമ്പൽ അലക്കലാണ്. തിരുവനന്തപുരത്ത് തുണി നനയ്ക്കാൻ പോയി എന്ന് പറയും. മലബാറിൽ തുണി തിരുമ്പലാണ്. എളുപ്പത്തിൽ കഴുകുന്നതിനെ ഒലുമ്പിയെടുക്കുക എന്നും പറയും. ഉമ്പുണ്ടാ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഉമ്പം കണ്ണൂർക്കാർക്ക് വെള്ളമാണ്. കെറ നേരത്തെ കീഞ്ഞുടന്നെയാ, കുറേ കൂടി നേരത്തെ ഇറങ്ങാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. വേറെ നാട്ടിലെല്ലാം പോയിട്ട് എന്തുണ്ട് ഭർത്താനം? ഞാളിപ്പവും കണ്ണൂരിനെയപ്പാ നിൽക്കുന്നു. മറ്റുള്ള നാട്ടിലൊക്കെ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിപ്പോഴും കണ്ണൂർ തന്നെയാ ഉള്ളത്. മാച്ചിലെടുത്തു എന്ന് ചോദിച്ചാൽ ചൂലെവിടെ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങൾ മംഗലം കഴിച്ചാ? കല്യാണം കഴിച്ചോ എന്നാണ് ചോദ്യം. ജാ കജ്ജോണ്ടൊരു കുജ്ജെടുത്താ തജ്ജങ്ങട് ബെച്ചളാ. തെക്കുള്ളവർ അന്തം വിട്ടു നിന്നാൽ അത്ഭുതമില്ല. നീ കൈകൊണ്ടൊരു കുഴിയെടുത്ത് ആ തൈ അങ്ങോട്ട് വയ്ക്ക്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്താജ്ജ് മൂച്ചിത്തജ്ജാ? എന്ത് തയ്യാണ്? മാവിൻ തയ്യാണോ? ലേ, പറങ്കുച്ചിത്തജ്ജ് അല്ല, കശുമാവിൻ തയ്യാണ്. ഇങ്ങനെ കൊച്ചു കേരളത്തിൻ്റെ തെക്കും വടക്കും നടുക്കും പിന്നെ ഇടയ്ക്കുമൊക്കെയായി 100 മലയാളമുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ ഗ്രാമീണ മേഖലകളിലൂടെ ചെറിയൊരു യാത്ര നടത്തിയാൽ ഇത് ബോധ്യമാവും. ഇതൊക്കെ മലയാളം തന്നെയടേ എന്ന് തിരുവനന്തപുരത്തുള്ളവർ ചോദിച്ചു പോകും. ഇത്തരം നാട്ടുഭാഷാ വൈവിധ്യം നമ്മുടെ ഭാഷാ സംസ്കൃതിയുടെ സമ്പന്നതയെയാണ് വെളിവാക്കുന്നത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും